ഇത് നമ്മ പഴമൊക്കെ ഇന്ന് ഈ പഴം കൊണ്ടാ പരിപാടി. ഇന്ന് ഈ പഴം കൊണ്ട് നമുക്ക് ഒരു പഴ നിറവുണ്ടാക്കാം. സാധാരണ നിറവല്ല, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പഴ നിറവുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ തേങ്ങ ഇതേപോലെ ചെറുതായിട്ട് ചിരകി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിന് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെക്കുകയാണ്. അതിലിട്ട് കൊടുക്കത്. ഇതില് 3 ശർക്കര ഉണ്ട് കേട്ടോ, 3 അച്ചി ശർക്കര ഉണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അലിയാൻ വേണ്ടിയിട്ടുള്ള ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ചേർക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. നമുക്കിനി ഇതിൽ തീ കത്തിച്ചു കൊടുക്കാം. ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരട്ടെ കേട്ടോ മക്കളെ. അങ്ങനെ ഇടിക്കല്ലേ, ചട്ടി പൊട്ടിപ്പോവും. അത് അലിഞ്ഞു വരട്ടെ, അവിടെ വെച്ചാളെ. ഇപ്പൊ കണ്ടില്ലേ മക്കളെ, തരിയൊന്നുമില്ലാതെ നന്നായിട്ട് ശർക്കര അലിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ശർക്കര അലിക്കുന്നത് എന്തിനാ ചോദിച്ചാൽ അതിൽ കരടുകളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടോ. ഇനി നമുക്കിത് തരിച്ചിട്ടെടുക്കാം. കരട് ഉണ്ടോ അതില്? അവിടെ ഈ ശർക്കരയില് ഫുള്ള് കരട് ഉണ്ടാവൂലേ? അതിനല്ലേ മറ്റേ ഉരുക്കി തരിക്കണത്, ഈ കരട് പോകാൻ വേണ്ടിട്ട്. കണ്ടില്ലേ? ഇനി നമുക്ക് ആ ചട്ടി തന്നെ ഒന്ന് കഴുകിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഈ ചിരകി വെച്ച തേങ്ങ ഉണ്ടല്ലോ, ഇത് നമുക്കിതിലിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി തേങ്ങ ഒന്ന് ചെറുതായിട്ട് വറന്ന് വരട്ടെ. ഗോൾഡൻ കളറൊന്നും ആവണ്ടല്ലോ. വേണ്ട, ഇച്ചിരി വറന്ന് വന്നാൽ മതി. നമുക്ക് ഈ ശർക്കര പാനി ഒഴിച്ച് വിളയിച്ചെടുക്കേണ്ടതാണ്. നെയ്യൊന്നും എല്ലായിടത്തും പിടിച്ചാൽ മതി അല്ലേ? നെയ്യൊക്കെ നന്നായിട്ട് തേങ്ങയിൽ പിടിച്ച് വന്നാൽ മതി. ഇതേപോലെ ആയി വന്നാൽ മതി കേട്ടോ. ഇനി നമുക്കിതിൽ ശർക്കര ഉരുക്കി വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തേങ്ങ ശർക്കരയിലിട്ട് വിളയിച്ചെടുക്കാം. ഈ നെയ്യ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ മക്കളെ. നെയ്യ് ഒരു മണം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ടേസ്റ്റ് രണ്ടും ഒന്നുപോലെ തന്നെയാണ്. ഇനി നെയ്യില്ല പറഞ്ഞിട്ട് ആരും ഇത് ഉണ്ടാക്കാതിരിക്കരുത്, എല്ലാവരും ഉണ്ടാക്കണം. ഇനി ശർക്കരയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. നമ്മളിപ്പോ ചാനലൊക്കെ തുടങ്ങിയിട്ടേ 2 വർഷമൊക്കെ ആയി. ഞാൻ ആദ്യമൊക്കെ കോഴിക്കോട് അവിടെയൊക്കെ അല്ലായിരുന്നു ജോലി ഉണ്ടായിരുന്നത്. അതെ, നിന്നെ കാണാൻ തന്നെ കിട്ടില്ല. ഇപ്പൊ എങ്ങനെ, ഇപ്പൊ എന്താ അവസ്ഥ? ഞാൻ ഇവിടുന്ന് ഒന്ന് പോയി കിട്ടിയാ മതിയോ എന്നാണോ വിചാരിക്കണത്? അതൊന്നുമില്ല, ഏതെങ്കിലും തള്ളമാർക്ക് അങ്ങനെ ഉണ്ടാവുമോ? ഇതിപ്പോ കണ്ടില്ലേ, നമ്മുടെ ശർക്കര പാനി വറ്റി നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഇത് വല്ലാതെ കട്ടയാക്കാൻ പാടില്ല, അപ്പൊ ചൂടാറുമ്പോ നല്ല കല്ല് പോലെ കട്ടയായി പോകും. ഇനി നമുക്കിത് എടുക്കാം. ഇനി പാത്രത്തിലേക്ക് കോരി വെക്കാം. അതാ പോയി ഇച്ചിരി. ഞാനിതിൽ ഏലക്കപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ മക്കളെ. ഏലക്കപ്പൊടി വേണ്ടവരുത് ഇച്ചിരി ഇട്ട് കൊടുക്കാം. ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് പഴം നിറവ് സെറ്റാക്കി എടുക്കാം. ഞാൻ ഈ പറയുന്നത് പോലെയും കാണിക്കുന്നത് പോലെയും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 10 പഴം വെച്ച് ചെയ്താലും ഒരു പഴം മിസ്സാവില്ല. എല്ലാം നല്ല സൂപ്പറായിട്ട് വരും. നമുക്കിനി ചെയ്യാം. ഇനി നമുക്കിതിലൊരു പഴം എടുത്ത് അതിൻ്റെ 2 അറ്റം നമുക്കിങ്ങനെ മുറിച്ച് കൊടുക്കാം. ഇങ്ങനെ മുറിച്ചിട്ട് തോലൊന്നും ഉരിക്കാൻ പാടില്ല. 1/2 ഇഞ്ച് ഈ അറ്റത്ത് വിട്ടിട്ട് വേണം ഇങ്ങനെ വരഞ്ഞു കൊടുക്കാൻ. വരഞ്ഞു കൊടുക്കുക പറഞ്ഞാൽ കുറച്ച് അടി വരെ വരയണം കേട്ടോ. ഒരു 3 വര ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ 3 വര ഇട്ട് ഇനി അടുത്തതും കൂടി അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഞാൻ ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഈ മൂല 2 ഇങ്ങനെ മുറിച്ചു. ഇച്ചിരി കൂടി താഴെ ഇവിടെ അതഞ്ഞിട്ടാക്കി. മതി ഞാൻ മുറിച്ച ഇവിടെ അല്ലേ? അവിടെ മതി, ഇവിടെ വെച്ച്. ഓക്കെ പോരെ.
അങ്ങനെ 4 പഴമും നമ്മൾ വരഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ തോലോട് അങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പോൾ പഴം കഴുകിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഞാനിത് കഴുകി വെച്ചതാണ്. നമുക്കിനി ഇതിൽ നിന്നൊരു പഴം എടുത്ത് ഒരു വിരൽ വെച്ചിട്ട് ഇതേപോലെ പഴം അകത്തിയെടുക്കുക. എന്നിട്ട് ഈ മസാല ഇതിലേക്ക് ഇങ്ങനെ വാരി നിറച്ച് കൊടുക്കുക. കണ്ടില്ലേ ഇതിങ്ങനെ. ഇതേപോലെ 3 ഭാഗം നിറച്ച് ഇങ്ങനെ ഷേപ്പാക്കി വെച്ച് കൊടുക്കുക. ഈ ഭാഗം കൂടി കണ്ടില്ലേ ഇങ്ങനെ വിരലിട്ട് അകത്തിയെടുത്താൽ മതി. ഇത് പഴം നമ്മൾ വരയുമ്പോൾ ഇതിൻ്റെ ആഴം ഉള്ളിൽ എത്തണ വരെ വേണം കുഴി. അപ്പോഴേ നമുക്ക് ഈ തേങ്ങാ മിക്സ് നമുക്ക് നിറയ്ക്കാൻ പറ്റുള്ളൂ. ഇനി ഈ ഭാഗം കൂടി ഇതേപോലെ നമുക്ക് എല്ലാം നിറച്ചെടുക്കാം. അങ്ങനെ എല്ലാ പഴവും നമ്മൾ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തോലങ്ങ് ഉരിച്ച് കളയാം. ഇനി നമുക്ക് തോലിൻ്റെ ആവശ്യമില്ല. കണ്ടില്ലേ നമ്മൾ തോലോടെ വെച്ച് നിറച്ചപ്പോൾ പഴം പൊട്ടിയിട്ടൊന്നുമില്ല. കണ്ടില്ലേ ഇതേപോലെ ഒന്നിങ്ങനെ ഷേപ്പാക്കി കൊടുക്കാം. ഒരു വിരൽ വെച്ച് ഇങ്ങനെ ഷേപ്പാക്കിയാൽ മതി. അതിനെല്ലാത്തിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടി ഞാനിതിൽ 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ. നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്കിത് ഇനി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അല്ല മമ്മ ഇത് മൈദ ഒന്നും ഇതിൽ സൈഡാക്കില്ലേ? ഇതാക്കുമ്പോൾ മൈദ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കൂലേ നമ്മൾ? ഇത് മൈദ ഒട്ടിച്ചു കൊടുക്കാത്തതാണ്. മൈദ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഓയിൽ എന്തെങ്കിലും ഒഴിച്ച് പൊരിച്ചെടുക്കണം. ഇത് ലേശം നെയ്യ് മാത്രം ഒഴിച്ച് 4 വശത്തും ഒന്ന് മൊരിച്ചെടുക്കണേ ഉള്ളു. ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ ഇതാവും. എണ്ണയിലിട്ട് കൊടുത്താൽ അതിൻ്റെ മസാലയൊക്കെ പുറത്ത് ചാടി വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിതിൽ ഒരെണ്ണം കൂടി വെച്ച് കൊടുക്കാം. ഇനി അത് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ 4 സൈഡും. ഇത് വേകാൻ ഒരു 5-10 മിനിറ്റ് പിടിക്കും. എന്നാലും നമുക്ക് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് വേവിച്ച് പൊരിച്ചെടുത്താൽ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇത് നമുക്ക് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് നോക്കാം. ഇത് കൂടി ഇനി നമുക്ക് നോക്കി മറിച്ചിടണം കേട്ടോ മക്കളെ, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. ഇത് കണ്ടില്ലേ നമ്മുടെ തേങ്ങ മിസ്സൊന്നും പുറത്ത് വന്നിട്ടില്ല. ഇത് കണ്ടില്ലേ നമ്മുടെ പഴം നിറവ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് എടുക്കാം. ഇപ്പം നമ്മുടെ പഴം നിറച്ചത് 4 എണ്ണം റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ മക്കളെ പഴം നിറച്ചത് എന്ത് സൂപ്പറായിരിക്കണം. ഈ സൂപ്പർ തന്നെ നമ്മൾ കഴിക്കുമ്പോഴുണ്ടാവും കേട്ടോ. ഇത് ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. പഴമൊക്കെ വന്ന് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അയ്യവാ കണ്ടില്ലേ ഉള്ളിൽ കാണിക്ക. സ്മൂത്തായിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ടല്ലേ പഴമൊക്കെ പഴുത്ത് അല്ല വെന്ത്. പഴവും ഇതും ഒക്കെ പാടെ പെട്ടപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കണം. സൂപ്പറാട്ടോ, സൂപ്പർ കേട്ടോ. സാധാ പഴനിറവ് പോലല്ല, അതിനേക്കാളും അടിപൊളിയായിട്ടുണ്ട്. മക്കളെ ഇത് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്തായാലും ഉണ്ടാക്കി വെക്കുക. നേന്ത്രപ്പഴം പറയുന്ന സംഭവം എല്ലായിടത്തും കിട്ടുന്നതാണല്ലോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.